നമസ്കാരം. വീട്ടിലെ മഹാലക്ഷ്മിയാണ് സ്ത്രീ. അമ്മയായും മകളായും സഹോദരിയായും ഭാര്യയായും എല്ലാം അവർ മാറുകയും അവർ അതിൽ എല്ലാം തന്നെ വിജയിക്കുകയും ചെയ്യുന്നവരാകുന്നു. ഇതിനാൽ തന്നെയാണ് അവരെ വീട്ടിലെ വിളക്ക്, വീടിൻ്റെ ഐശ്വര്യം എന്നും വിളിക്കുന്നത്. വിവാഹശേഷം സ്വന്തം ഭർത്താവിനെയും കുടുംബത്തെയും സ്വന്തം കുടുംബമായി കാണുവാൻ സാധിക്കുന്നത് അവരുടെ മേന്മ തന്നെയാകുന്നു, അഥവാ ഒരു കഴിവ് തന്നെയാണ് എന്ന് പറയാം. അമ്മായിയമ്മയും മരുമകളുടെയും നക്ഷത്രം ചില പ്രത്യേക രീതിയിൽ വരുന്നത് അതീവ ശുഭകരമായി തന്നെ പരാമർശിക്കുന്നു. ചില നക്ഷത്രക്കാരായ മരുമകളും അമ്മായിയമ്മയും വീടുകളിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുന്നതാകുന്നു. അനേകം ഭാഗ്യങ്ങൾ ആ വീടുകളെ തേടി വരുന്നതാകുന്നു. ഇവ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. അമ്മായിയമ്മയും മരുമകളും ഈ നക്ഷത്രത്തിലാണ് വരുന്നത് എങ്കിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്നാണ് പറയുക. ഇതേക്കുറിച്ചാണ് വിശദമായി പരാമർശിക്കാനായി പോകുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ മുക്കാൽ ഭാഗം, അതായത് മേടം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. കൂടാതെ മകം, പൂരം, ഉത്രം ആദ്യ പകുതി, ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ. കൂടാതെ മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽ ഭാഗം, ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാർ. ഈ നക്ഷത്രങ്ങളിൽ അഥവാ ഈ രാശികളിലാണ് നിങ്ങളുടെ അമ്മായിയമ്മയും അതേപോലെ മരുമകളും വരുന്നത് എങ്കിൽ, അവരുടെ നക്ഷത്രം ഈ നക്ഷത്രങ്ങളിലുണ്ട് എങ്കിൽ തീർച്ചയായും ചില സൗഭാഗ്യങ്ങൾ ആ വീടുകളിലേക്ക് തേടി വരും. ജീവിതത്തിൽ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അതേപോലെ തന്നെ അത് നടപ്പിലാക്കുവാനും സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന് തന്നെ പറയാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരുമ കടന്ന് വരുന്നതാകുന്നു. കൂടാതെ ആ വീടുകളിൽ ഐക്യം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാൻ സഹായകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അഭിപ്രായങ്ങൾ എടുക്കുന്നവരും ആ അഭിപ്രായങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് വിജയിക്കുവാൻ സാധിക്കുന്നവരുമാണ് പൊതുവെ ഈ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികൾ. അമ്മായിയമ്മയും മരുമകളും ഈ നക്ഷത്രത്തിലാണ് വരുന്നത് എങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ആ വീടുകളിലേക്ക് തേടിയെത്തും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു നക്ഷത്രങ്ങൾ കൂടിയുണ്ട്. കാർത്തിക അവസാനം മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ, അതായത് ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. കൂടാതെ ഉത്രം അവസാനം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ, കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ. മകരം, ഉത്രാടം അവസാന പകുതി, തിരുവോണം, അവിട്ടം ആദ്യ മുക്കാൽ ഭാഗം, അതായത് മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർ അഥവാ ഈ രാശികളിൽ അമ്മായിയമ്മയും മരുമകളും വരികയാണ് എങ്കിൽ ചില സൗഭാഗ്യങ്ങൾ ആ വീടുകളിലേക്ക് കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് ഇവർ പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവരാണ് എന്ന കാര്യമാകുന്നു. കൂടാതെ നന്മയുള്ളവരും അന്യോന്യം കലഹങ്ങൾ കുറവായവരും താരതമ്യേന കുറവായവരുമാണ് എന്ന് തന്നെ പറയാം. മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാനും അത്തരം പ്രവർത്തനങ്ങളാൽ മറ്റുള്ളവരുടെ പ്രശംസ നേടുവാനും മറ്റുള്ളവരാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കുന്നവരുമാണ് പൊതുവെ ഈ നക്ഷത്രക്കാർ അഥവാ രാശിയിലുള്ള നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കർക്കിടകം രാശി, അതായത് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ. കൂടാതെ വൃശ്ചികം രാശി, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. കൂടാതെ മീനം രാശി,
പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർ, അതായത് ഈ നക്ഷത്രങ്ങളിലാണ് നിങ്ങളുടെ അമ്മായിയമ്മയും മരുമകളും വരുന്നത് എങ്കിൽ, അഥവാ അവരുടെ നക്ഷത്രങ്ങൾ ഇതിലുണ്ട് എങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവർ പൊതുവെ സത്യം പറയുന്നവരാകുന്നു. താരതമ്യേന സത്യം പറയുന്ന വ്യക്തികളാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. പുറമെ രഹസ്യങ്ങൾ പറയാത്തവരാണ് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. പല രഹസ്യങ്ങളും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ പുറത്തു പറയാത്തതായി ഉണ്ട് എന്നതും നിങ്ങൾ അറിയേണ്ടതായ കാര്യം തന്നെയാകുന്നു. അന്യോന്യം പരസ്പരം മനസ്സിലാക്കുവാൻ പ്രത്യേകമായ കഴിവുള്ളവരാണ് എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. അതിനാൽ തന്നെ കലഹങ്ങൾ കുറയ്ക്കുവാനും മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാനും ഇവർക്ക് പൊതുവെ സാധിക്കുന്നവർ തന്നെയാണ് എന്ന് പറയാം. ഇരുവരുടെയും ഉയർച്ച, അതായത് അമ്മായിയമ്മയുടെയും മരുമകളുടെയും ഉയർച്ച അവർ പരസ്പരം ആഗ്രഹിക്കുന്നവരാകുന്നു. അതേപോലെ തന്നെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നവരും അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നവരുമാണ് പൊതുവെ ഇവർ എന്ന് തന്നെ പറയാം. കൂടാതെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇവരുടെ ജീവിതത്തിലേക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലമുള്ള പല ദുരിതങ്ങളും പല തർക്കങ്ങളും പരമാവധി ഒഴിവാക്കുവാൻ സാധിക്കുന്നവരുമാകുന്നു. കൂടാതെ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കുന്നവരാണ് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. അതേക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നവരാണ് പൊതുവെ ഇവർ. അതിനാൽ തന്നെ ഈ നക്ഷത്രങ്ങളിൽ അമ്മായിയമ്മയും മരുമകളും വരികയാണ് എങ്കിൽ ആ വീടിന് ഉയർച്ച മാത്രമേ വന്നു ചേരൂ. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു.